പറഞ്ഞു വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യത്തെ 15 നാഴിക മേടക്കൂറും അവസാനത്തെ 45 നാഴിക ഇടവക്കൂറിലുമാണ് ജനനം എന്ന് പറയുന്നത്. നമ്മുടെ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് ഒരു പഴംചൊല്ലു തന്നെയുണ്ട്. അത് പ്രാസത്തിനാണ് പറഞ്ഞതെങ്കിലും അതിൽ ചില കാര്യമില്ലാതെയില്ല. കാർത്തിക നക്ഷത്രക്കാർ കീർത്തി കേൾക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് ചില സാധ്യതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നോ ഒക്കെ കാര്യമായ പിന്തുണ ഇവർക്ക് ലഭിച്ചെന്ന് വരില്ല. ഇവർക്ക് മറ്റുള്ള നാട്ടിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലുമായിരിക്കും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്. നീണ്ട നാസികയും സൗമ്യമായ മുഖഭാവവും വളരെ തിളക്കമുള്ള കണ്ണുകളും കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, എന്ത് കാര്യത്തിനും റിസ്ക് എടുത്ത് ഇറങ്ങുവാൻ ഈ നക്ഷത്രക്കാർ മടിക്കുകയില്ല. എല്ലായ്പ്പോഴും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വിചാരിക്കുന്നത്ര നന്നായിരിക്കണമെന്നില്ല. കാരണം അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവരുടെ വേറൊരു പ്രത്യേകതയുണ്ട്. തങ്ങളോട് പിന്നിൽ നിന്ന് ആരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങളോട് ചതി ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കുവാൻ ഇവർ സന്നദ്ധരാകാത്ത ഒരു വിഭാഗമാണ് കാർത്തിക നക്ഷത്രക്കാർ. മാത്രമല്ല, ഇവരുടെ ഒരു വേറെയും ചില പ്രത്യേകതകളുണ്ട്. ഇവരുടെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ അഗ്നിദേവനാണ് ഇവരുടെ ദേവത. അപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിലും എല്ലാം ഒരു തിളക്കം വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. കുടുംബജീവിതങ്ങളും ഇവർക്ക് അത്ര കണ്ട് നല്ല സുഖകരമായിരിക്കണമെന്നില്ല. കാരണം ഒരുപാട് നന്മകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. മറ്റുള്ളവരെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ സാധാരണ കാർത്തിക നക്ഷത്രക്കാര് ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നവരല്ല. സ്വപ്രയത്നത്താൽ ഉയരണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന വിഭാഗക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു ഇതും ഉണ്ടാവില്ല.